ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവക വൃക്ഷാമിത്താം കർമ്മസുമൂഢചേതക ശ്രേയസ്യാ നിശ്ചിതം രോഹിതന്മേ ശിഷ്യസേഹം ചാതിമാം താം പ്രപന്നം. ഓ നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ഭഗവത്ഗീതയിൽ 8-ാം അധ്യായത്തിൽ അക്ഷരബ്രഹ്മയോഗത്തിൽ 20 ശ്ലോകം വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വിചാരം ചെയ്തത്. ഇന്ന് 21 തൊട്ട് 28 വരെ ഈ അധ്യായം സമ്പൂർണമാകും. ഇപ്പോൾ മുൻപ് പറഞ്ഞ അവ്യക്തത്തിൽ, അതായത് മൂലപ്രകൃതിയിൽ നിന്ന് അന്യമായിട്ട് ശ്രേഷ്ഠവും ശാശ്വതവുമായ യാതൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്നർത്ഥം. അവ്യക്തോ അക്ഷര ഇത്യുക്ത തമാഹു പരമാംഗതി യം പ്രാപ്യന നിവർത്തന്തേ തഥാമ പരമമ്മവ. അവ്യക്തം എന്നും അക്ഷരം എന്ന് പറയുന്നതും നശിക്കാത്തത്. അവ്യക്തമാണ്. എന്താണോ അവ്യക്തമായിരിക്കുന്നത് അക്ഷരമാണ്. അക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത് എന്നും. ഇതി ഉക്തം തം പറയപ്പെടുന്ന അതിനെ പരമാംഗതി ആഹു പരമലക്ഷ്യമെന്നും പറയുന്നു. യം പ്രാപ്യന നിവർത്തന്തേ യാതൊന്നിനെ പ്രാപിച്ചാൽ തിരിച്ചു വരുന്നില്ലയോ. യം പ്രാപ്യന നിവർത്തന്തേ യാതൊന്നിനെ പ്രാപിച്ചാൽ പിന്നെ തിരിച്ചു വരേണ്ടതില്ലയോ. തത് മമ പരംധാമ അത് എൻ്റെ ഉത്തമമായ സ്ഥാനമാകുന്നു. അവ്യക്തമെന്നും അക്ഷരമെന്നും പറയപ്പെടുന്ന അത് പരമമായ ലക്ഷ്യവുമാകുന്നു. ഏതൊന്നിനെ പ്രാപിച്ചാൽ പിന്നെ ജനന മരണ രൂപമായിരിക്കുന്ന സംസാരത്തിലേക്ക് വരാതിരിക്കുമോ അത് തന്നെയാണ് എൻ്റെ ഉത്തമമായ സ്ഥാനം. ആത്മാനുഭൂതി അഥവാ ബ്രഹ്മാനുഭൂതി ഒഴികെയുള്ള ഏതവസ്ഥയും പുനരാവർത്തിയോട് കൂടിയതാണെന്നും ആ പരമപദം മാത്രമാണ് തേടേണ്ടതെന്നും സൂചിപ്പിക്കുന്നു ഭഗവാൻ. അവ്യക്തമാണ് ഈ പരമപദം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വ്യക്തമല്ലാത്ത ഒരു സ്ഥാനം, അത് നശിക്കാത്തതാണ് താൻ. ഏതൊരു എനർജിയിൽ നിന്നാണോ നമ്മൾ അതിൻ്റെ തന്നെ അംശമായിട്ട് എനർജി ആയിട്ട് വന്നത്, ആ എനർജി തിരിച്ച് അതിലേക്ക് ലയിക്കുന്നു എന്നർത്ഥം. അത് അവ്യക്തമാണ്, ഒരിക്കലും നശിക്കാത്ത ശക്തിയാണ്. അവിടെ വ്യക്തിയല്ല, ശക്തിയാണ് എന്നർത്ഥം. അതാണ് ആത്മാവായിട്ടും പരമാത്മാവായിട്ടും വർത്തിക്കുന്നത്, അഥവാ ബ്രഹ്മമായിട്ടും വർത്തിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നോ ഈ ശക്തി നമുക്ക് കിട്ടിയോ ആ ശക്തി തിരിച്ച് അതിലേക്ക് പോയി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പുനർജന്മം ഉണ്ടാവില്ല എന്നർത്ഥം. പുരുഷസ പരാപാർത്ഥ ഭക്താലവസ്ഥനന്യ യശ്ചാന്തസ്ഥാനി ഭൂതാനി ഏന സർവമിദം തദം. പാർത്ഥ ഭൂതാനി യസ്യ അന്തസ്ഥാനി. അല്ലയോ അർജുന, ഭൂതങ്ങൾ ആരുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുവോ, ഏന ഇതം സർവം തതം ആരാൽ ഈ ജഗത്തെല്ലാം വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ, സ പരപുരുഷാദു ആ പരമപുരുഷനാകട്ടെ, അനന്യയാ ഭക്തിയാ ലഭ്യ അനന്യമായ ഭക്തി കൊണ്ട് ലഭിക്കപ്പെടാവുന്നതുമാണ്. ഈ പറയുന്ന അവ്യക്ത ആയിരിക്കുന്ന പരമപദം പ്രാപിക്കാൻ വേണ്ടിയിട്ട് അനന്യമായ ഭക്തി കൊണ്ട് സാധിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഈ ഭൂതങ്ങൾ ആരുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു, ഈ പറയുന്ന നശിക്കുന്നതായിട്ടുള്ള ശരീരത്തോടു കൂടി ആരൊക്കെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഉണ്ടായി അതിഭൂതങ്ങളായിട്ട്, അതായത് എന്തുണ്ടായിട്ട് നശിക്കുന്നോ അതെല്ലാം ഭഗവാന്റെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. ആരാൽ ഈ ജഗത്തെല്ലാം വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ അനേക രൂപത്തിലും ഭാവത്തിലും ഒക്കെ ജഗത്താകെ വ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഏതൊരു ശക്തിയാണോ അത് തന്നെയാണ് പരമപുരുഷൻ എന്ന് പറയുന്നത്. അതിനെ ആ പരമപുരുഷൻ ഇരിക്കുന്ന, അല്ലെങ്കിൽ ആ പരമപുരുഷന്റെ സ്ഥാനമാണ് പരമപദം എന്ന് പറയുന്നത്. അത് പ്രാപിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അനന്യമായ ഭക്തി കൊണ്ട് ലഭിക്കപ്പെടാവുന്നതുമാണ്. ആ ഒരു സ്ഥാനം ലഭിക്കാൻ വേണ്ടിയിട്ട് അനന്യമായ ഭക്തി കൊണ്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അല്ലയോ അർജുന, സർവചരാചരങ്ങളും ആരുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുവോ, യാതൊരുവൻ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ ആ പരമപുരുഷൻ അനന്യഭക്തി കൊണ്ട് അഥവാ ഏകാന്ത ഭക്തി കൊണ്ട് പ്രാപിക്കപ്പെടാവുന്നതാണ്.
അത് ശരണാഗതി ഭക്തി കൊണ്ട് സാധിക്കുന്നു തന്നെ പറയണം. ലളിതമായ രീതിയിൽ തന്നെ കലിയുഗം പോലെയുള്ള യുഗത്തിലൊക്കെ വളരെ എളുപ്പമാണ്. സിമ്പിളായിട്ട് നാമജപം കൊണ്ട് തന്നെ അനന്യഭക്തി എന്ന് പറയുന്നത്, നിങ്ങൾ ഈ തീർത്ഥാടനമോ ഇല്ലേ ക്ഷേത്ര ദർശനങ്ങളോ ഒന്നും ആവശ്യമില്ലായിരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് നാമം ജപിച്ചാൽ അതാണ് അനന്യഭക്തി എന്ന് പറയുന്നത്. ബാക്കി എവിടെയൊക്കെ പോയാലും നമുക്ക് ഈ ഏകാഗ്രതയും ഈ പറയുന്ന ബുദ്ധിയുറക്കലും ഒന്നും ഉണ്ടാവില്ല. അത് കുറച്ചുകൂടെ വ്യാപരിക്കുന്ന ബുദ്ധിയായി മാറും. ഇത്രേ ഉള്ളൂ. എവിടെയൊക്കെ എത്ര ഉണ്ട് നിങ്ങൾ കറങ്ങി നടക്കുന്നു. എത്ര കാലത്വന് ആവർത്തിയും ചൈവയോഗന പ്രയാത യാന്തിതം കാലം വൈശ്യാമി ഭരതക്ഷഭ. എത്ര കാലേത്വൻ ആവർത്തിയും, ഏ ഭരതക്ഷഭ, ഹേ അർജുന, എത്ര കാലേതു പ്രയാത, ഏത് കാലത്തിൽ പ്രയാണം ചെയ്ത് യോഗി നാം ആ അനാവർത്തിയും യാന്തി, യോഗികൾ ആവർത്തി ഇല്ലാത്ത അവസ്ഥയെ പ്രാപിക്കുന്നുവോ, എത്ര കാലേ പ്രയാതായോഗിന, ഏത് കാലത്ത് പ്രയാണം ചെയ്യുന്ന യോഗികൾ ആവർത്തി പ്രാപിക്കുമോ, ആവർത്തിച്ച ഏവ, ആവർത്തിയെ പ്രാപിക്കുന്നുവോ, തം കാലം വൈശ്യാമി, ആ കാലത്തെ ഞാൻ പറയാം. ഏത് കാലത്ത് ശരീരം ത്യജിച്ചാൽ അവർക്ക് പുനർജന്മം ഇല്ലാതിരിക്കുമോ, ഏത് കാലത്ത് ശരീരം ത്യജിക്കപ്പെടുന്നുവോ അവർക്ക് പുനരാവർത്തി വിധേയമാണോ, ആ കാലത്തെ പറ്റി ഞാൻ പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഹേ അർജുന, ഏത് കാലത്ത് പ്രയാണം ചെയ്യുന്ന, അതായത് ദേഹം ഉപേക്ഷിച്ച് പോകുന്ന യോഗികൾ ആവർത്തിയില്ലാത്ത അഥവാ പുനർജന്മം ഇല്ലാത്ത പരമപദം പ്രാപിക്കുന്നുവോ, ഏത് കാലത്ത് പോകുന്നവർ പുനർജന്മത്തെ പ്രാപിക്കുന്നുവോ, ആ കാലത്തെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നതാണ്. ഇതിൽ നമ്മൾ സാധാരണ ചിന്തിക്കാറുള്ളത് പോലെ എന്താ പറഞ്ഞ ഉത്തരായണവും ദക്ഷിണായണവും ഒക്കെ ആണ് ഈ കാലം എന്ന് പറയുന്നത്. അഗ്നൻ ജ്യോതിരഹ ശുക്ല ഷൺമാസ ഉത്തരായണം തത്ര പ്രയാത ഗച്ഛന്തി ബ്രഹ്മ വിദോജന. അഗ്നി ജ്യോതി അഹ ശുക്ല ഷൺമാസ ഉത്തരായണം, ജ്വലിക്കുന്ന തീയ്, ജ്യോതിസ് പകൽ, വെളുത്ത പക്ഷം, ഉത്തരായണ കാലം ആയ 6 മാസം. എത്ര പ്രയാത ബ്രഹ്മവിദോ, ആ കാലത്ത് പ്രയാണം ചെയ്യുന്ന ബ്രഹ്മ ഗച്ഛന്തി, ബ്രഹ്മജ്ഞാനികളായിരിക്കുന്ന ജനങ്ങൾ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അഗ്നി ജ്വലിക്കുമ്പോഴും പ്രകാശം വ്യാപിച്ചിരിക്കുമ്പോഴും പകൽ സമയത്തും വെളുത്ത പക്ഷത്തിലും ഉത്തരായണ കാലത്തും ശരീരം വിട്ടുപോകുന്ന ബ്രഹ്മജ്ഞാനികൾ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു. അപ്പൊ ഈ ഉത്തരായണ കാലത്ത് പൊതുവെ നമ്മൾ വെറുതെ പറയുമ്പോൾ ഇങ്ങനെ പറയും, ഒരാൾ മരിച്ചാൽ ആ ഉത്തരായണ കാലത്താ മോക്ഷം കിട്ടും എന്നൊക്കെ പറയും. ഒരിക്കലും കിട്ടില്ല. ഉത്തരായണ കാലം ദക്ഷിണായന കാലമൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള പരമോദം പ്രാപിക്കണമെങ്കിൽ, പുനർജന്മം ഇല്ലാതിരിക്കണമെങ്കിൽ കാലത്തിൽ മരിച്ചുകൊണ്ടായില്ല. അതിന് പ്രീ കണ്ടീഷൻസ് ഉണ്ട്. അതാണ് പ്രീ കണ്ടീഷൻസ്. ആണോ ആ സമയത്താണോ, ഇല്ലെങ്കിൽ അങ്ങനെ ഒരാളാണോ ശരീരം ത്യജിച്ചതെന്നും കൂടെ നമ്മൾ ചിന്തിക്കണം എന്നർത്ഥം. അതായത് അഗ്നി ജ്വലിക്കുമ്പോഴും പ്രകാശം വ്യാപിച്ചിരിക്കുമ്പോഴും അഥവാ പകൽ സമയത്ത് വെളുത്ത പക്ഷമായിരിക്കണം. വെളുത്ത പക്ഷത്തെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ കുറേശ്ശെ പൂർണ്ണ ചന്ദ്രനായിട്ട് പോകുന്ന ആ 15 ദിവസത്തിനുള്ളിൽ തിഥി അനുസരിച്ചുകൊണ്ട്. വെളുത്ത പക്ഷം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ വളർച്ച പ്രാപിക്കുന്ന ഭാവം. കുറേശ്ശെ പൂർണ്ണ നിലാവ് പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് എന്നാ ആ വെളുത്ത വർഷം അവസാനിക്കുമ്പോൾ പിറ്റേ ദിവസം തൊട്ട് വീണ്ടും കറുത്ത വർഷമാവും. പിന്നെ കുറേശ്ശെ വെളിച്ചം കുറഞ്ഞു വരും. അപ്പം അതുകൊണ്ട് അഗ്നി ജ്വലിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ പകൽ സമയത്ത് സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ, പിന്നെ വെളുത്ത പക്ഷം, ഉത്തരായണ കാലം. ഇതാണ് പ്രകൃതിദത്തമായിട്ടുള്ള പ്രീ കണ്ടീഷൻ. പിന്നെ അതോടൊപ്പം തന്നെ എന്ത് വേണം? ശരീരം വിട്ടുപോകുന്ന ബ്രഹ്മജ്ഞാനികൾ. ഇതാണ് അടിവരായിട്ട് നോട്ട് ചെയ്യേണ്ടത്. ആത്മബോധമുള്ളവർക്കേ ഈ ഒരു സ്ഥിതിയിൽ ഈ ഒരു കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് പരമോദം പ്രാപിക്കാൻ സാധിക്കും, അഥവാ ബ്രഹ്മത്തെ പ്രാപിക്കാൻ സാധിക്കും. ഏറ്റവും വലിയ കണ്ടീഷനാണ് ബ്രഹ്മജ്ഞാനി ആയിരിക്കണം എന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ പലപ്പോഴും വെറുതെ പലരും മരിക്കുമ്പോൾ ആ ഉത്തരായണ കാലത്താണ് മരിച്ചത്, അതുകൊണ്ട് അദ്ദേഹത്തിന് മോക്ഷം കിട്ടിയെന്നൊക്കെ പറയും. മോക്ഷമൊന്നും കിട്ടില്ല. ബ്രഹ്മജ്ഞാനി ആണോ?
അതും പകൽ സമയത്തായിരിക്കണം, വെളുത്ത പക്ഷത്തിലായിരിക്കണം. അറിഞ്ഞുകൊണ്ട് ശരീരം ധരിക്കുകയായിരിക്കണം, നല്ല ബോധത്തിലായിരിക്കണം. ആ ബോധത്തിലിരിക്കുന്ന ആൾ ബ്രഹ്മചാരിക്ക് പറ്റൂ, ആ ബോധത്തിൽ യോഗികൾക്കേ പറ്റുള്ളൂ എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഉത്തരായണ കാലത്ത് ഈ പറയുന്ന പ്രീ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് ശരീരം ധരിക്കുന്നവരെ പിന്നെ പുനർജന്മം എടുക്കേണ്ടി വരില്ല. എന്നാൽ ബ്രഹ്മചാരി ആയിരുന്നാലും ദക്ഷിണായന കാലത്താണ് മരിക്കുന്നതെങ്കിൽ അവർ പോയിട്ട് പിതൃലോകം വരെ എത്തോളൂ, തിരിച്ചു വരേണ്ടി വരും. ധൂമോ രാത്രിസ്തഥാ കൃഷ്ണ ഷൺമാസാ ദക്ഷിണായനം തത്ര ചാന്ദ്രമാസം ജ്യോതി യോഗി പ്രാപ്യ നിവർത്തത. ധൂമോ രാത്രി തഥാ കൃഷ്ണ, പുക രാത്രി സമയം, അതേപോലെ കറുത്ത പക്ഷം, ഷൺമാസാ ദക്ഷിണായനം, ആ ദക്ഷിണായന കാലമാകുന്ന 6 മാസക്കാലം. തത്ര യോഗി ചന്ദ്രമാസം, ആ കാലത്ത് ദേഹം ത്യാഗം ചെയ്യുന്ന യോഗി ജ്യോതി പ്രാപ്യ നിവർത്തതേ, ചന്ദ്രന്റെ ജ്യോതിസിനെ പ്രാപിച്ചിട്ട് തിരിച്ചു വരും. അതായത് പിതൃലോകം വരെ എത്താൻ പറ്റുള്ളൂ, അവിടുന്ന് തിരിച്ചു വരുന്ന അർത്ഥം. പുക പരക്കുമ്പോഴും രാത്രിയിലും കറുത്ത പക്ഷത്തിലും ദക്ഷിണായന കാലത്തും ദേഹം വിട്ടുപോകുന്ന യോഗി ചന്ദ്രജ്യോതിസിനെ അഥവാ ചന്ദ്രലോകം വരെ പോയിട്ട് തിരിച്ച് പുനർജന്മം എടുത്ത് തിരിച്ചു വരുന്നു എന്നർത്ഥം. ഇപ്പൊ ബ്രഹ്മജ്ഞാനി ആയിരുന്നാലും ദക്ഷിണായന കാലത്താണ് മരിക്കുന്നതെങ്കിൽ അവർക്ക് പുനർജനിക്കേണ്ടതായിട്ട് വരും, പിതൃലോകം വരെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ പുനരാവർത്തനത്തിന് വിധേയമാണെന്നർത്ഥം. ബ്രഹ്മചാരി ആയിരുന്നാലും ദക്ഷിണായന കാലത്ത് മരിച്ചാൽ പിതൃലോകം വരെ എത്താൻ പറ്റുള്ളൂ, തിരിച്ചു വരേണ്ടി വരും. അതേസമയം ബ്രഹ്മജ്ഞാനി ആയിരിക്കുകയും വേണം, പകൽ സമയത്ത് വെളുത്ത പക്ഷത്തിൽ ഉത്തരായണ കാലത്തിലുമാണ് ശരീരം ധരിക്കുന്ന യോഗി ഒരിക്കലും തിരിച്ചു വരേണ്ടി വരില്ല, പരമോദം പ്രാപിക്കും എന്നാണ്. ഈ 6 മാസം ഉത്തരായണവും 6 മാസം ദക്ഷിണായനവും ഇന്നും ആചരിക്കപ്പെടുന്നുണ്ട്. നമുക്ക് കലണ്ടറൊക്കെ നോക്കിയാൽ തിരിച്ചറിയാൻ സാധിക്കും. സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ കലശം നടക്കുന്നതും ഇല്ലേ പ്രതിഷ്ഠ നടക്കുന്നതൊക്കെ ഉത്തരായണ കാലത്തെ ചെയ്യാറുള്ളൂ. ഉത്തരായണ കാലം എന്ന് പറയുന്നത് എന്താ? സൂര്യൻ കുറച്ച് വടക്കോട്ട് മാറിയിട്ട് ഉദിക്കുന്നു എന്നർത്ഥം. ഒരു 6 മാസക്കാലം സൂര്യൻ്റെ സഞ്ചാരപാത വടക്കോട്ട് മാറിയിട്ടായിരിക്കും. കിഴക്ക് തന്നെ ആണെങ്കിലും ഫലത്തിൽ മധ്യരേഖത്തിൽ നിന്ന് സ്വല്പം വടക്കോട്ട്, നോർത്തും വടക്കും തെക്കുമാണല്ലോ. അപ്പൊ തെക്കോട്ട് മാറി ഉദിക്കുന്ന സമയത്താണ് ദക്ഷിണായന കാലം. അപ്പൊ 6 മാസം മുതൽ കർക്കിടക മാസം തൊട്ട് 6 മാസം ദക്ഷിണായനവും, പിന്നെ മകരമാസം തൊട്ട് മിഥുനമാസം വരെയാണ് 6 മാസം ഉത്തരായണ കാലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉത്തരായണ കാലമാണ്. അപ്പോൾ ഉത്തരായണ കാലം ആയതുകൊണ്ടായില്ല, പകൽ സമയത്തായിരിക്കണം, വെളുത്തപക്ഷമായിരിക്കണം, ബ്രഹ്മചാരി ആയിരിക്കണം. അങ്ങനെയുള്ളവർ ശരീരം ത്യജിച്ചു പോയാൽ തിരിച്ചു വരേണ്ടി വരില്ല. അതാണ് പരമോദ പ്രാപ്തിക്കുള്ള ഉത്തമമായ കാലം എന്നർത്ഥം. ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറയുന്നതാണ്. അപ്പോൾ ഉത്തരായനവും ദക്ഷിണായനവും ഒക്കെ ഇന്നുണ്ട്. ഇതിനൊക്കെ പ്രീ കണ്ടീഷൻ എന്താ? നമ്മൾ ആദ്യം ആത്മബോധം, ബ്രഹ്മജ്ഞാനിയായിട്ട് ബ്രഹ്മബോധമുള്ളവനായിട്ട് മാറുക എന്നുള്ളതാണ്. യോഗികളുടെ മരണാനന്തര യാത്ര മുകളിൽ പറഞ്ഞ 2 തരത്തിലാണെന്ന് പറയപ്പെടുന്നു. പരമോദം പ്രാപിക്കുന്ന ആദ്യത്തെ മാർഗത്തിന് ദേവായനം എന്നും അഥവാ അർച്ചിരാതി മാർഗമെന്നും, രണ്ടാമത്തേത് പിതൃയാനം എന്നും അഥവാ ധൂമാതിമാർഗം എന്നും പറയാറുണ്ട്. ശുക്ലകൃഷ്ണയും ഗതിഭേദേ ജഗത ശാശ്വതേ മതേ ഏകയത്തൻ ആവർത്തിയും അന്യായാവർത്തതേ പുനഃ. ശുക്ലകൃഷ്ണയും ഏതേ ഗതി, ശുക്ലവും കൃഷ്ണവുമായിരിക്കുന്ന ഈ 2 മാർഗങ്ങൾ ഉത്തരായണ കാലത്തും ദക്ഷിണായന കാലത്തും ജഗത ശാശ്വതേ മതേഹി, ജഗത്തിന് ശാശ്വതമാണെന്ന് എന്താണോ അതിനെ ശാശ്വതമാണെന്ന് പറയുന്നു. ഏകയാ
അനാവർത്തിയും യാതി, ഒന്നിൽ കൂടുതൽ പുനരാവർത്തി ഇല്ലായ്മയെ പ്രാപിക്കുകയും എടുത്തു. അന്യയാ പുനഃ ആവർത്തി, മറ്റേതിൽ കൂടെ ഏത് മാർഗം സ്വീകരിച്ചാലും അവർക്ക് പരാജയപ്പെടേണ്ടതായിട്ട് വന്നേക്കാം. ശുക്ലം കൃഷ്ണം, ശുക്ലഗതി കൃഷ്ണഗതി, അതാണ് ഉത്തരായനം ദക്ഷിണായനം എന്ന് പറയുന്നത്. എന്നീ രണ്ട് മാർഗങ്ങൾ ലോകത്തിൽ എല്ലാ കാലത്തും നിലവിലുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നതല്ല ഇന്ന് നമ്മൾ ആചരിക്കുന്നുണ്ട്. ആദ്യത്തെ മാർഗത്തിൽ കൂടി പുനരാവൃത്തി ഇല്ലാത്ത പരമോദയത്തെ അഥവാ മോക്ഷത്തെ പ്രാപിക്കലും, മറ്റേതിൽ കൂടി പോകുന്നവർ വീണ്ടും ജന്മമെടുത്ത് സംസാരത്തിലേക്ക് തിരിച്ചു വരുവാനും ഇടവരും. ഇപ്പം ഈ ഉത്തരായണവും ദക്ഷിണായനവും ഒക്കെ ഇന്നും ആചരിക്കുന്നുണ്ട്. നമ്മൾ പല കാര്യങ്ങൾക്കും ഒക്കെ അത് നോക്കാറുമുണ്ട്. പഞ്ചാംഗത്തിലും കലണ്ടറിലും ഒക്കെ നമുക്ക് പ്രത്യേകമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. നൈതേ ശ്രുതി പാർത്ഥജാനാൻ യോഗി മുഖ്യതി കശ്ചിന്ന തസ്മാ സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. പാർത്ഥ, ഏതേ ശ്രുതി ജാനാൻ, അല്ലെ അർജുന, ഈ രണ്ട് മാർഗങ്ങളെയും ഈ ഉത്തരായണം ദക്ഷിണായനം രണ്ട് മാർഗങ്ങളിലൂടെയും നൈതേ ശ്രുതി പാർത്ഥജാനാൻ യോഗി മുഖ്യതി കശ്ചിന, യോഗി അറിയുന്ന ഒരു യോഗിയും മോഹവിവശനാകാറില്ല. അതായത് ഈ ബ്രഹ്മചാരികളായിട്ടുള്ളവർക്ക് ഇവർക്ക് ഈ ഉത്തരായണ കാലമാണോ ദക്ഷിണായന കാലമാണോ ഇതൊന്നും അവർ അതിനെപ്പറ്റി ബോധേടല്ല എന്നർത്ഥം. യഥാർത്ഥ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ അതൊക്കെ സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും. പുനരാവൃത്തി ഉണ്ടെങ്കിലും അവർക്ക് ടെൻഷനൊന്നുമില്ല. ബ്രഹ്മചാരികളെ പോലെയുള്ളവരെ കൊണ്ടാണ് ഭഗവാൻ ഒരുപാട് ധർമ്മമാർഗങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ചിലപ്പം പല ജന്മത്തിലായിട്ടായിരിക്കും ചെയ്യാം. ഭഗവാൻ പറഞ്ഞ അനുസരിച്ച് നടക്കുന്നവരെ അവിടെ ഭഗവാന് പ്രിയം ഉണ്ടെന്ന് പറയുകയും ചെയ്യും. ചില ജോലികൾ അവരെ ഏൽപ്പിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ജോലി, ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വീണ്ടും വീണ്ടും നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭഗവാനിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിന് പെർഫെക്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഭക്തരെ കണ്ടാൽ തന്നെ ഭഗവാൻ ചില കാര്യങ്ങളൊക്കെ അവർ മുഖേന നടപ്പിലാക്കും. അത് മറ്റുള്ളവർക്കും കൂടെ ഒരു ഇൻസ്പിറേഷനായിട്ട് മാറും. അപ്പം അതുകൊണ്ട് രണ്ട് മാർഗങ്ങളെയും അറിയുന്ന യോഗി മോഹവിവശനാകുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് അല്ലയോ അർജുന, തസ്മാൽ അർജുന, അതുകൊണ്ട് അല്ലയോ അർജുന, സർവേഷു കാലേഷു യോഗയുക്തോ, എല്ലാ കാലങ്ങളിലും നീ യോഗയുക്തനായിട്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ എന്താ? യോഗയുക്തനാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ദൈവീയ സമ്പത്തും ആശ്രീ സമ്പത്തും വേണ്ടവണ്ണം ചേർത്ത് ഉപയോഗിക്കാൻ പഠിക്കണം എന്നർത്ഥം. ആ യോജിപ്പിക്കലാണ് യോഗം എന്ന് പറയുന്നത്. എന്തിന് രണ്ടിലേതെങ്കിലും ബാലൻസ് തെറ്റിയാൽ പ്രശ്നമാവും. ദൈവാധീനവും വലിയ ദൈവീയ സമ്പത്തും ആശ്രയ സമ്പത്തും ഒരേപോലെ യോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കണം. അപ്പോഴാണ് അതിൻ്റെ എൻഡിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്ലൈമാക്സിൽ പരമോദം പ്രാപിച്ചോളും. അതിന് ലക്ഷ്യം വെക്കുകയൊന്നും വേണ്ട. അത് നമ്മൾ ലക്ഷ്യം തീരുമാനിച്ചാൽ കർമ്മം അതിലേക്ക് നയിക്കുന്ന അർത്ഥം. ഓട്ടോമാറ്റിക് കർമ്മം അതിലേക്കുണ്ട്. നമ്മളെ അന്ധകരണ ശുദ്ധിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഭഗവാൻ തന്നിലേക്ക് എടുക്കുള്ളൂ. അതൊക്കെ തന്നെ സംഭവിച്ചോളും. നമ്മൾ ലക്ഷ്യം, അതായത് ഭഗവാനോട് താല്പര്യം ഉണ്ടാകുകയും ആ ഒരു മാർഗത്തിലേക്ക് വന്നാൽ മതി. പിന്നെ ഇപ്പം നമുക്ക് ഒരു ടെൻഷൻ എന്താ? ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എന്താ, നമ്മൾ ഇനി മരിക്കുന്നത് ഉത്തരായണത്തിലാണോ ദക്ഷിണായനത്തിലാണോ? അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, നീ കാലത്തിലും എല്ലാ കാലങ്ങളിലും യോഗയുക്തനായിട്ടിരിക്കുക. അതുകൊണ്ടല്ല അർജുന, മോഹവിവശനാകാതിരിക്കുക. അതായത് ഉത്തരായണം ദക്ഷിണായനം ഏത് കാലത്താണ് നമ്മൾ മരിക്കാമെന്ന് ആലോചിച്ചിട്ട് മോഹവിവശതയൊക്കെ കാണിക്കും ചിലപ്പം. അയ്യോ ഞാനിനി ഏത് കാലത്താണോ മരിക്കുക എന്നൊക്കെ ചിന്തിച്ചിട്ട് പ്രശ്നമാകും. ഭഗവാൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യേ ഉള്ളതായിട്ട് കണക്കാക്കണ്ട. എന്തെങ്കിലും ചെയ്യണമെന്ന് ബാക്കിയുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്തോളൂ, ബാക്കിയുള്ളതൊക്കെ തീർത്തോളൂ. അത് സ്വതന്ത്രം. ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട. അങ്ങനെ സ്വതന്ത്രമായിട്ടിരിക്കാം. ഒരിക്കലും ടെൻഷൻ വെറുതെ ഭാരം തലയിലേക്കുണ്ട. ഞാനിനി മരിക്കുമ്പോൾ ഉത്തരായണത്തിലാണോ ദക്ഷിണായനത്തിലാണോ, എൻ്റെ ഗതി എന്താവും,
എന്നൊന്നും ആലോചിക്കേണ്ട. അത് സാധാരണ ജീവിതത്തിലുള്ളവർക്ക് പറ്റില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് ഈ പ്രീ കണ്ടീഷൻ ബാക്കിയൊക്കെ ഉത്തരായണ കാലത്തോ പകൽ സമയത്തോ ബാക്കിയൊക്കെ തേടി വന്നാലും അതൊക്കെ നമുക്ക് പാലിക്കാൻ സാധിച്ചാലും അതിൻ്റെ ഏറ്റവും വലിയ പ്രീ കണ്ടീഷനാണ് ബ്രഹ്മചാരി ആയിരിക്കണം എന്നുള്ളത്. ഈ ബ്രഹ്മചാരി ആയിരുന്നാലും കാലം മാറി ശരീരം ധരിച്ചാലോ അത് പുനർജന്മത്തിന് കാരണമാകുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നൈതേ ശ്രുതി പാർത്ഥജാന യോഗി മുഖ്യതി കശ്ചിന തസ്മാ സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. അതുകൊണ്ട് അർജുന, ഈ രണ്ട് മാർഗങ്ങളെയും ശുക്ലഗതി കൃഷ്ണഗതി അറിയുന്നവനായിരിക്കുന്ന ഒരു യോഗിയും മോഹപരവശനായി തീരില്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാം കാലങ്ങളിലും സദാസമയവും നീ യോഗത്തോടു കൂടിയവനായിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭഗവാനെ തന്നെ സ്മരിക്കുക എന്നർത്ഥം. നീ സദാസമയവും പരമാത്മാവിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കുക എന്നർത്ഥം. എല്ലായ്പ്പോഴും സദാസമയം ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ജീവിക്കാൻ ശ്രമിക്കുക എന്നർത്ഥം. ബാക്കി നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട, ഏത് കാലത്താണ് മരിക്കുന്നതെന്നോ ഇല്ലെങ്കിൽ ഈ കാലത്തെപ്പറ്റി ചിന്തിച്ച് വെറുതെ ടെൻഷൻ ആകണ്ട എന്നർത്ഥം. ആരെങ്കിലും മരിക്കുമ്പോഴും വെറുതെ ആണെങ്കിലും പറയേണ്ട ഉത്തരായണത്തിൽ മോക്ഷം കിട്ടും എന്നൊന്നും യാതൊരു ഉറപ്പില്ല. അവരുടെ കർമ്മത്തിൽ എങ്ങനെ ശുദ്ധി വരുന്നോ അതനുസരിച്ച് ഏത് കാലത്ത് മരിച്ചാലും മോക്ഷം കിട്ടുന്ന ഞാൻ പറയാം. ഇതൊക്കെ നമുക്ക് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഒഴിവ് കാണുന്നതനുസരിച്ച് കൊണ്ട് ചേർത്തപ്പെട്ടിരിക്കുന്നതാണെന്നൊക്കെ വേണം പറയാം. അപ്പം നമുക്ക് വേറെ തിരക്കൊന്നുമില്ല. ഇത് മനസ്സിലാക്കിയിട്ട് ഉത്തരായണ കാലം എന്താണ്, ദക്ഷിണായന കാലത്ത് എന്താണെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. ഉത്തരായണ കാലത്ത് ബ്രഹ്മചാരി അല്ലെങ്കിൽ തന്നെ പോയാലും തിരിച്ചു വരേണ്ടി വരും. അപ്പൊ പിന്നെ ബ്രഹ്മചാരി ആയിരുന്നാൽ ദക്ഷിണായന കാലത്ത് ആ ശരീരം ധരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചു വരും. അപ്പൊ ഈ പ്രികണ്ടീഷൻ നമ്മൾ പ്രത്യേകിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഞാൻ പറയുന്ന ബ്രഹ്മചാരിയാണ്. ബ്രഹ്മചാരി ആക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ബ്രഹ്മചാരി തന്നെയാണ് ആത്മചാരി എന്ന് പറയുന്നത്. ഭഗവാൻ പറഞ്ഞല്ലോ ആ 7ാമത്തെ അധ്യായത്തിൽ, ആത്മജ്ഞാനികളെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു. കാരണം ആത്മജ്ഞാനികളെ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് പലപ്പോഴായിട്ട് ചെയ്തിട്ട് അവസാനം സക്സസ് ആകുന്നു ആ ബ്രഹ്മചാരികൾ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീയോ പുരുഷനായിരുന്നാലും എല്ലാവരുടെ ശരീരങ്ങളും ഈ അസ്തിത്വമായിട്ട് തന്നെ 4 ശക്തികളുണ്ട്. അതില്ലാതെ വരില്ല. അത് തുലനാവസ്ഥയിൽ എല്ലാവർക്കും ഉണ്ട്. അത് എങ്ങനെയാണോ യൂട്ടിലൈസ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും അതിൻ്റെ ശ്രേഷ്ഠത നമ്മൾ അനുഭവിക്കുക എന്നത്. അതുകൊണ്ട് ഇനി അതിനു വേണ്ടിയിട്ട്, ഈ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇനി വേദവൈദിക കർമ്മങ്ങളോ പൂജാതി കർമ്മങ്ങളോ എന്ത് ചെയ്താലും അതും കൂടെ അതിക്രമിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. വേദേഷു യജ്ഞേഷു തപസ്സു ചെയ്വ ദാനേഷു യൽ പുണ്യഫലം പ്രതിഷ്ഠ അത്യേതിത സർവമിതം വിദിത്വാ യോഗി പരം സ്ഥാനം ഉപൈതി ചാദ്യം. ഇതിനെ മുമ്പ് പറഞ്ഞ, അതായത് വേദേഷു യജ്ഞേഷു തപസ്സു ചെയ്യുക, വേദങ്ങളിലും യജ്ഞങ്ങളിലും തപസ് ചെയ്യുക, ദാനേഷു ഏവ ദാനങ്ങളിലും തപസ്സുകളിലും യൽ പുണ്യഫലം പ്രതിഷ്ഠ യാതൊരു പുണ്യഫലം ലഭിക്കപ്പെട്ടിരിക്കുന്നു, പുണ്യഫലം പറയപ്പെട്ടിരിക്കുന്നുവോ, അതായത് വേദവൈദിക കർമ്മങ്ങളിൽ നിന്ന് കിട്ടുന്ന പുണ്യഫലങ്ങള് അതെല്ലാം യോഗി തൽ സർവം യോഗി, ആ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അതായത് ഈ പറഞ്ഞ ഗതി എന്ന് പറയുന്നത് എന്താണ്? വേദവൈദിക കർമ്മങ്ങൾ ചെയ്തിട്ടും ഈ പരമപദം പ്രാപിക്കാൻ സാധിക്കില്ലെന്ന് ചുരുക്കം. ഇതിനെക്കൂടെയൊക്കെ ഇതൊക്കെ ചെയ്യേണ്ടെന്നല്ല, പക്ഷെ ആ ഒരു ഘട്ടത്തെയും കൂടെ അതിക്രമിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ സാഹചര്യം. മുമ്പ് പറഞ്ഞ ശക്തി കൃഷ്ണഗതി എന്ന കൃഷ്ണഗതി ശുക്ലഗതി 2 മാർഗങ്ങൾ, അതിൽ വെളുത്ത വർഷവും കറുത്ത വർഷവും ഉത്തരായണവും ദക്ഷിണായനവും, അതാണ് ഈ പറയുന്ന 2 മാർഗങ്ങൾ. അറിഞ്ഞിട്ട് യോഗിയാവാൻ
വേദങ്ങളിലും യജ്ഞങ്ങളിലും തപസ്സുകളിലും ദാനങ്ങളിലും പറയപ്പെട്ടിരിക്കുന്ന പുണ്യഫലങ്ങളെ അതിക്രമിക്കുകയും ആദികാരണമായിരിക്കുന്ന പരമോദത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. അതായത് വേദങ്ങളും യജ്ഞങ്ങളും തപസ്സുകളും പൂജകളും ദാനാദികർമ്മങ്ങളും മറ്റും പുണ്യഫലത്തെ ഉണ്ടാക്കും. അത് കുറച്ചു കാലത്തേക്ക് സുഖമായിട്ട് കഴിയാനിടവരും. പക്ഷേ എപ്പോൾ അതിൻ്റെ വേദങ്ങളും യജ്ഞങ്ങളും തപസ്സുകളും ദാനങ്ങളും മറ്റും നൽകുന്ന പുണ്യഫലങ്ങൾ പുനരാവർത്തി രഹിതമായ പരമോദപ്രാപ്തി നൽകുന്നില്ലെന്നും ആ ഫലങ്ങളെല്ലാം അതിക്രമിച്ചാൽ മാത്രമേ ബ്രഹ്മസായുജ്യം ലഭിക്കുകയുള്ളൂ എന്നുമാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇതോടെ അർജുനൻ അധ്യായ ആരംഭത്തിൽ ചോദിച്ച ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടും. അപ്പോൾ ഈ വേദവൈദിക കർമ്മങ്ങളും പ്രത്യേകിച്ചും കലിയുഗത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യകതയില്ല. അഥവാ എന്തെങ്കിലും നിങ്ങൾ ചെയ്യണ്ടേ അതിനെയും കൂടെ അതിക്രമിച്ചാൽ മാത്രമേ ഈശ്വര സാക്ഷാത്കാരം സാധിക്കൂ. വേണ്ടാന്ന് പറഞ്ഞാലും പിന്നെ നമ്മൾ ഇതിൻ്റെ പിന്നാലെയൊക്കെ പോവും, ഇല്ലേ? വഴിപാട് കഴിക്കാനും പൂജ കഴിക്കാനും യജ്ഞം ചെയ്യാനും യാഗം ചെയ്യാനും ഒക്കെ പോവും. യാതൊരു സംശയമില്ല, പോയിക്കൊണ്ടായിരിക്കുന്നതും. അതങ്ങ് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കലിയുഗ ആയതുകൊണ്ട് ഇതിനൊന്നല്ല പ്രാർത്ഥന. യജ്ഞം ചെയ്യാനോ യാഗം ചെയ്യാനോ ഒന്നും ഒരു വിധിയില്ല. പിന്നെ എന്താ എങ്കിലൊക്കെ കാണിക്കും. ഇപ്പം ഞാൻ തന്നെ ടോട്ടല് എൻ്റെ പിതൃസ്ഥാനത്ത് അച്ഛനോ ഇല്ലെങ്കിൽ ഏട്ടന്മാർക്കോ പോലും ഏകദേശം അവരുടെ ആയുസ് കണക്കാക്കിയാൽ 1-2 തലമുറ വരെ യാഗങ്ങളോ യജ്ഞങ്ങളോ അതേപ്പറ്റി കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും നേരിട്ട് കാണാനൊന്നും അവർക്കൊന്നും സാധിച്ചിട്ടില്ല. പക്ഷേ ഈ കലിയുഗത്തിൽ ഇതൊന്നും പ്രാധാന്യമില്ല എന്ന് പറഞ്ഞ് ഷോക്കായിട്ടാണ് കുറേ യാഗങ്ങളൊക്കെ നടന്നു. ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ വർഷം ഉണ്ടായിരുന്നു തൃശ്ശൂർ അടുത്ത് യാഗം നടന്നു. കഴിഞ്ഞ മുമ്പത്തെ വർഷം കണ്ണൂർ നടന്നു. കൈതപ്പുറം ഇങ്ങനെയൊക്കെ യാഗങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് നമ്മളെപ്പോലെയുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ 8 യാഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇത്രയും കാലത്തിനിടയ്ക്ക്. ഈ ആധ്യാത്മികം വന്നതിന് ശേഷം കേട്ടോ. അതിന് മുമ്പൊന്നും അത്രയും പാഞ്ഞാൾ മുതൽ ഏകദേശം 8 യാഗങ്ങളിൽ അവസാനം നടന്ന എടപ്പാൾ നടന്ന യാഗത്തിൽ ക്രിയയ്ക്കും കൂടെ കൂടാനുള്ള ഭാഗ്യം കൂടെ ലഭിച്ചു. അത് സോമയാഗത്തിന് പോവാം, അതിരാത്രത്തിന് പോവാം. യജ്ഞശാല കത്തിക്കാൻ വരെ കൂട്ടുനിന്നു എന്നർത്ഥം. അപ്പം അങ്ങനെ ആ യാഗത്തിൽ പങ്കെടുക്കാനൊക്കെ സാധിച്ചു. അത് നമുക്ക് ഒരു എക്സ്പീരിയൻസ്, ഒരു അനുഭവജ്ഞാനം. പക്ഷേ ഗീത നമ്മൾ വായിച്ചാൽ ഇതിനെയൊക്കെ അതിക്രമിക്കണം എന്ന് തന്നെ പറയണം. പ്രത്യേകിച്ചും കലിയുഗത്തിൽ ഇതിനൊന്നും ഒരു പ്രാധാന്യമില്ല. കുറേ സമ്പത്തും ഇല്ലെങ്കിൽ അതിനുള്ള കുറേ ഇൻവോൾവ്മെൻറ്റും കുറേ ആൾക്കാരെ ഇതിൻ്റെ പേരിലാണെങ്കിലും ഒത്തുകൂടും. അതൊക്കെ ശരി തന്നെ. സ്വയം ചെയ്യേണ്ടതും മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതും കൂടെ ചെയ്യേണ്ടതുമായിട്ടുള്ള ആ കർമ്മങ്ങളുടെ 3 ഭാവവും ഇവിടെ ഒരു യാഗം നടന്നാൽ സംഭവിക്കും. പക്ഷെ യഥാർത്ഥ ഫലം കലിയുഗത്തിൽ അതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് ലഭിക്കില്ല എന്ന് പറയണത്. കാരണം പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് ഷോയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ചെയ്താൽ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ആകെ എന്താ? പുണ്യഫലപ്രാപ്തി കിട്ടാണ്ട അതിൻ്റെ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വരേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിനെ അതിക്രമിക്കണം എന്ന് മഹാൻ പറഞ്ഞതിൻ്റെ കാര്യം. നമ്മൾ ശുഭകാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈശ്വരകാര്യങ്ങളോ പൂജാതി കർമ്മങ്ങളോ യാഗങ്ങളോ ഒക്കെ ചെയ്യുന്നത് അത് പുണ്യഫലത്തെ സൃഷ്ടിക്കും. പുണ്യഫലത്തെ സൃഷ്ടിച്ചാൽ അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വരേണ്ടി വരും. പുണ്യഫലത്തിൻ്റെ സൃഷ്ടിയാണ് സുഖം, ഇന്ദ്രിയ ഭോഗസുഖങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുക, സപ്രപഞ്ചത്തെ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുക. ഇത് നമുക്ക് ആവശ്യമാണെന്ന് തോന്നും. ഇതൊന്നും ഇല്ലാതെ എങ്ങനെ ജീവിക്കാമെന്ന് തോന്നും. പക്ഷേ ഇത് അനുഭവിക്കാൻ തുടങ്ങിയാൽ, ഇഷ്ടം പോലെ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഭ്രമിക്കുക, അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ അഥവാ ഉപാസനയും കാര്യങ്ങളും ജപോതപാദികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇതിൻ്റെ പിന്നാലെ പോയാൽ ഈ ഉപാസനയ്ക്ക് ദൃഢത നഷ്ടപ്പെടും. അഥവാ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഉപരിപ്ലവമായിട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ, അത് യാന്ത്രികമായിട്ട് ചെയ്യുന്നുണ്ടാവും, ശ്രദ്ധ കുറയുന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഇതിനെയൊക്കെ അതിക്രമിക്കണമെന്ന കാരണം വേദങ്ങളും യജ്ഞങ്ങളും തപസ്സുകളും ദാനങ്ങളും മറ്റും നൽകുന്ന പുണ്യഫലങ്ങൾ പുനരാവർത്തി രഹിതമായിരിക്കുന്ന പരമോദപ്രാപ്തിക്ക് ഉതകുന്നതല്ലെന്നും ആ ഫലങ്ങളെയും കൂടി അതിക്രമിച്ചാൽ മാത്രമേ ബ്രഹ്മസായുജ്യം സാധിക്കുകയുള്ളൂ
എന്നുമാണ് ഇതിൽ നിന്നും ലഭിക്കുന്ന സൂചന. അപ്പോൾ വേദങ്ങളും പ്രത്യേകം ഓർക്കണം, വേദങ്ങളും യജ്ഞങ്ങളും തപസ്സുകളും ദാനാദി കർമ്മങ്ങളും പൂജാതി കർമ്മങ്ങളും മറ്റും നൽകുന്ന പുണ്യഫലങ്ങൾ. അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടെന്നല്ല, ചെയ്താൽ അതിൻ്റെ പുണ്യഫലം ഉണ്ടാകും. പുണ്യഫലം ഉണ്ടായാലോ അതിൻ്റെ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വരേണ്ടി വരും. അപ്പോൾ ബന്ധന ആയിട്ട് തീരുന്ന അർത്ഥം. അത് പുനരാവർത്തിരഹിതമായ പരമോദപ്രാപ്തിക്ക് ഉതകുന്നതല്ല എന്ന് ഭഗവാൻ ഇവിടെ ക്ലാരിഫൈ ചെയ്തിരുന്നുണ്ട്. ഇത് ഓർത്തിരുന്നോളണം. ആ ഫലങ്ങളെയും അതിക്രമിച്ചാൽ മാത്രമേ ബ്രഹ്മസായുജ്യം ലഭിക്കുകയുള്ളൂ എന്നുമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഇതോടെ അർജുനൻ അധ്യായ ആരംഭത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഭഗവാൻ നൽകി കഴിഞ്ഞു എന്നർത്ഥം. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്ര ശ്രീ കൃഷ്ണാർജുന സംവാദേ അക്ഷരബ്രഹ്മയോഗോ നാമ അഷ്ടമോധ്യായക. 8 ശ്ലോകങ്ങളൊന്ന് പാരായണം ചെയ്യാം. അവ്യക്തോ അക്ഷര ഇത്യുക്ത തമാഹു പരമാംഗതിം യം പ്രാപ്യന നിവർത്തന്തേ തഥാമ വരമം മമ പുരുഷസ്സ പരാപാർത്ഥ ഭക്ത്യാ ലഭസ്തനന്യയ യസ്യാന്തസ്ഥാനി ഭൂതാനി ഏന സർവമിദം തതം എത്ര കാലേത്തൻ ആവർത്തിയും ചൈവ യോഗിന പ്രയാതായാന്തിനം കാലം വൈശ്യാമി ഭരതക്ഷഭ അഗ്നൻ ജ്യോതിർരഗശുക്ല ഷണ്മാസാ ഉത്തരായണം തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മ വിദോജന ധൂമോ രാത്രി സദാ കൃഷ്ണ ഷണ്മാസാ ദക്ഷിണായനം തത്ര ചാന്ദ്രമാസം ജ്യോതി യോഗി പ്രാപ്യ നിവർത്തതെ ശുക്ലകൃഷ്ണേ ഗതിഖേദേ ജഗത ശാശ്വതേ മത ഏകയത്യന ആവർത്തിം അന്യായ ആവർത്തതേ പുനഃ നൈതേ ശ്രുതി പാർത്ഥജാനാൻ യോഗി മുഖ്യതി കശ്ചിന തസ്മാ സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തർവമിദം വിദിത്വാ യോഗി പരം സ്ഥാനം ഉപൈതി ചദ്യം. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീ കൃഷ്ണാർജുന സംവാദേ അക്ഷരബ്രഹ്മയോഗോ നാമ അഷ്ടമോധ്യായക. അപ്പം 8ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഈ അഷ്ടവിധ പ്രകൃതിയെ പറ്റി പറഞ്ഞതിനെ ഈ അഷ്ടവിധ പ്രകൃതിയുടെ സ്വഭാവത്തെ കൂടി അതിക്രമിക്കണം എന്നർത്ഥം. അപ്പോഴേ പരമോദം, അപ്പോഴേ അവ്യക്തമായിരിക്കുന്ന ആ ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. അതായത് 7ാം അധ്യായത്തിൽ പറഞ്ഞ ആ അഷ്ടവിധ പ്രകൃതി എന്ന് പറയുന്നത് എന്താ? 5 പ്രത്യക്ഷമാണ്. ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി. അത് ശരീരത്തിൻ്റെ പ്രത്യക്ഷ ഭാവത്തെ പ്രകടമാക്കുന്ന പഞ്ചഭൂത തത്വങ്ങളുടെ 50% ശക്തി കൊണ്ടാണ് നമ്മുടെയൊക്കെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ അന്ധകരണ ഭാവത്തിൽ അഥവാ അവ്യക്ത സ്വരൂപമായിട്ട് മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഉണ്ട്. ഈ 8നെയും അതിക്രമിക്കണം. അപ്പോഴേ ദേഹബോധം വിട്ടിട്ട് ദേഹിബോധത്തിലേക്ക് എത്തും. അതിന് ഈ ഭൗതികമായിട്ട് നമ്മൾ ചെയ്യുന്ന പഞ്ചദ്രവ്യങ്ങളെ കൊണ്ടോ ഇല്ലെങ്കിൽ ഒരു യാഗത്തിന് ഒരുക്കു കൂട്ടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെ കൂടി അതിക്രമിക്കണം. അതൊക്കെ പ്രകൃതിദത്തമാണ്. നമ്മൾ പഞ്ചദ്രവ്യങ്ങളെ ചേർത്തിട്ട് പൂജ കഴിക്കുകയോ യാഗം ചെയ്യുന്നുണ്ടോ യജ്ഞം ചെയ്യുന്നുണ്ടോ ഈ പ്രകൃതിയിൽ നിന്ന് നടന്ന വസ്തുക്കളെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഭഗവാനായിട്ട് കൊണ്ട് സമർപ്പിക്കണം. സോമയാഗം ചെയ്യുമ്പോൾ സോമലത പോലും പ്രകൃതി ഒരു ചെടിയിൽ നിന്നെടുക്കുന്ന രസമാണത്. അപ്പം ടോട്ടലി അതിനെ കൂടെ അതിക്രമിക്കണം എന്നാ പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ശരീരബോധത്തെ അതിക്രമിക്കണം എന്നർത്ഥം. അതാണ് 8ാമത്തെ സ്റ്റെപ്പ്. 8 പടികൾ കടക്കണം. അതിൽ 5 ഇത് ശരീര സംബന്ധമാണ് താനും. അത് ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ദേഹബോധത്തെ നമ്മുടെ ഭക്തിയുടെ പാദത്തിൽ 7ാമത്തെ 3 പടികൾ കടന്നാൽ ആത്മജ്ഞാനിയായിട്ട് മാറും. ആത്മജ്ഞാനിയായിട്ട് മാറണം. അപ്പോൾ ആത്മജ്ഞാനിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ അഷ്ടപ്രകൃതിയെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അതായത് അഷ്ടബന്ധമായിട്ട് ഉറപ്പിച്ചിരിക്കുന്ന ശരീരത്തിൻ്റെ ബോധത്തെ കൂടി പരയായിട്ട് മാറണം. അതിലുള്ള എനർജി അവ്യക്തോ അക്ഷര ഇത്യുക്ത എന്ന് പറയുന്നത് ഈ പച്ചയായ ശരീരത്തിൽ അവ്യക്തമായിരിക്കുന്ന സ്കാൻ ചെയ്താൽ പോലും കണ്ടെത്താൻ പറ്റാത്ത ഒരു എനർജി ശക്തിയുണ്ട്. അതാണ് ശരിക്കും ഈശ്വരൻ. അതാണ് പ്രപഞ്ചപ്രാണൻ.
അത് തന്നെയാണ് ഈശ്വരൻ പറയുന്നതും, അത് തന്നെയാണ് ജീവാത്മാവെന്ന് പറയുന്നതും, അത് തന്നെയാണ് ആത്മാവെന്ന് പറയുന്നതും, അത് തന്നെയാണ് പരമാത്മാവെന്ന് പറയുന്നതും. അതാണ് ഊർധ്വമൂലത്തിലിരിക്കുന്ന സെൻട്രൽ പവർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പഞ്ചഭൂതങ്ങളുടെ പ്രകൃതിയെ മുഴുവൻ അതിക്രമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരബോധത്തെ പോലും വിട്ടിട്ട്, അതിനാണ് 6-ാം അധ്യായത്തിൽ ധ്യാനം ശീലിക്കണം എന്ന് പറയുന്നത്. കുറച്ച് നേരത്തേക്കാണെങ്കിലും ശരീരബോധത്തെ വിട്ടിട്ട് നമുക്ക് എല്ലാം മറന്നിട്ടിരിക്കാൻ സാധിക്കണം. എപ്രകാരം നമ്മൾ ഒരു സുഷുപ്തി കിടന്നുറങ്ങുന്ന അവസ്ഥ ജാഗ്രത അവസ്ഥയിൽ അനുഭവിക്കാൻ സാധിക്കണം എന്ന സാരം. ഇതാണ് ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അക്ഷരബ്രഹ്മയോഗോ നാമ അഷ്ടമോധ്യായക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.